അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടൻ. അങ്ങനെ ആൽബത്തിൽ അഭിനയിക്കാൻ പോയ രേണു സുധിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. താൻ അഭിനയിക്കാൻ പോയ ആൽബത്തിലെ ഡയറക്ടറും നായകരുമായിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ് തനിക്ക് മോശം അനുഭവം നേരിടേണ്ടി വന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ രേണു സുധി രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവം മുട്ടൻ കോമഡിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കും, ഒരു പെണ്ണൊരു മോശം അനുഭവം പബ്ലിക്കിന് മുന്നിൽ വന്ന് പറഞ്ഞ സമയത്ത് നിനക്കത് കോമഡി ആയിട്ടാണോ അവിടെ തോന്നുന്നത് എന്നുള്ളത് അല്ലേ? അതെന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ വീഡിയോ മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ ഷെഫീന ബീവിയാണ്. ഷെഫീന ബീവിയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഒരു യൂട്യൂബറാണ്. ഈ ഷെഫീന ബീവിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രേണു സുധിയെ ചുറ്റിപ്പറ്റിയുള്ള കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മാത്രമാണ് ആക്ച്വലി പുള്ളിക്കാരിക്ക് അത്യാവശ്യം റീച്ച് ഉള്ളത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള കണ്ടന്റുകൾക്കൊന്നും പുള്ളിക്കാരിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ഇല്ല. പക്ഷെ രേണുവിനെ തൊടുമ്പോൾ ഷെഫീനക്ക് ഒടുക്കത്തെ റീച്ച് ആണ്. അതെന്താണെന്ന് അറിയൂല. സംഭവം എനിക്ക് തോന്നുന്നത് ഈ ഷെഫീന ബീവി അത്യാവശ്യം ചീത്ത വിളിച്ചുകൊണ്ടാണല്ലോ വീഡിയോ ചെയ്യാറുള്ളത്. അങ്ങനെ വരുമ്പോൾ രേണു സുധി കണ്ടന്റ് എടുക്കുന്ന സമയത്ത് പുള്ളിക്കാർ ഒബ്വിയസ്ലി രേണുവിനെയും ചീത്ത വിളിക്കല്ലോ. അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആളുകൾ ഷെഫീന ബീവി രേണുവിനെ കണ്ടന്റ് എടുക്കുമ്പോൾ പ്രത്യേകം ഇരുന്ന് കാണുന്നത്. എന്തായാലും ഈ പറയുന്ന ഷെഫീന ബീവി 2 ദിവസം മുമ്പേ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഏതൊരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് രേണു സുധി മദ്യപിച്ച് ആ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കി എന്നും പറഞ്ഞുകൊണ്ടാണ് ഷെഫീന ബീവി ആ വീഡിയോ ക്ലിപ്പ് പുറത്തു വിടുന്നത്. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഈ ബസ്സെല്ലാം അവിടെ കൊണ്ട് തരാമെന്നാണ്, വീട്ടിൽ കൊണ്ട് തരാന്നാ പറഞ്ഞത്. അത് തന്നോ? ഇല്ല. ഇവിടെ വന്നപ്പോഴല്ലേ പാർട്ടിയിൽ ഞാനത് പാർട്ടിയിൽ ഡാൻസിലൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞ ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ ചേട്ടൻ സീൻ പറഞ്ഞത്? കള്ളമല്ലേ പറഞ്ഞു? ഞാൻ കേട്ടിട്ട് എല്ലാം കംഫർട്ടബിൾ ആണ്. ഇവിടെ ഷോപ്പ് കാണിക്കണം, അതിന്റെ ആവശ്യം ഉണ്ടോ എനിക്ക്? ചെയ്താൽ പോരെ? ഇവരെ വെച്ചോണ്ട് ഞാനില്ല ഷോ, ഇത്രയും വീഡിയോക്കാരെ എനിക്കറിയാം. ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? അത് പറ, എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഞാൻ അഭിനയിച്ചാൽ പോരെ? എനിക്ക് പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ഷോപ്പ് പറയും? ഓക്കെ, അപ്പൊ ഇതാണ് ക്ലിപ്പ്. ഇവിടെ വളരെ സൗണ്ട് റേസ് ചെയ്തിട്ടാണ് രേണു സുധി സംസാരിക്കുന്നത് അല്ലേ. രേണു സുധിനെ വീഡിയോയിൽ എവിടെയും കാണിക്കുന്നൊന്നുമില്ല, പക്ഷെ രേണു സുധിന്റെ സൗണ്ട് നമുക്ക് നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇവിടെ 3 കാര്യങ്ങളാണ് രേണു സുധി പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഒന്നാമത്തെ കാര്യം എന്താണ്? എനിക്ക് ഈ സീനിൽ അഭിനയിക്കാൻ പറ്റത്തില്ല, എനിക്ക് ലിപ്ലോക്ക് സീനിൽ അഭിനയിക്കാൻ പറ്റത്തില്ല എന്ന് പുള്ളിക്കാർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരാമെന്നല്ല പറഞ്ഞത്, പിന്നെ എന്താണ് അയച്ചു തരാത്തത് എന്ന് പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞെന്താണ്? ഇത്രയും ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തി എനിക്ക് ഷോ ഓഫ് കാണിക്കേണ്ട ആവശ്യം എന്താണ് എന്നും രേണു ഇവിടെ ചോദിക്കുന്നുണ്ട് അല്ലെ. ഈ 3 കാര്യങ്ങളാണ് രേണു സുധി പ്രധാനമായും ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ആൽബത്തിന് ഏതൊരാൾ പകർത്തിയ ദൃശ്യമാണ്. അങ്ങനെ അവരത് പകർത്തിയതിനു ശേഷം ഈ ദൃശ്യങ്ങൾ ഷെഫീന ബീവിക്ക് അയച്ചു കൊടുക്കുകയും ഷെഫീന ബീവി അത് രേണു സുധി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മദ്യപിച്ച് വന്ന് കാണിച്ചു കൂട്ടിയ കസർത്തുകൾ എന്നുള്ള രീതിയിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ പ്രചരണമാണെങ്കിലും അത്യാവശ്യം റീച്ച് ആവുകയും ചെയ്തു. ഏകദേശം ഷെഫീന ബീവിന്റെ ഈ വീഡിയോ 1.5 ലക്ഷം ആളുകൾ കണ്ടു കേട്ടോ. എന്തായാലും ഷെഫീന ബീവിയുടെ പ്രചരണത്തിന് പിന്നാലെ അതിനെല്ലാമുള്ള മറുപടി ആയിട്ട് രേണു സുധി രംഗത്ത് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി. അതില് ഒരുപാട് ആരോപണങ്ങൾ, രേണു അതില് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക്, ഞാനും കുറച്ച് ആൾക്കാരോടാണ്, നമ്മളെ മീഡിയക്കാര് കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന, വിപിൻലാൽ എന്ന് പറയുന്ന ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ. ഓക്കെ, രേണു സുധി പ്രശ്നമുണ്ടാക്കിയ ആൽബത്തിന്റെ നായകനും ഡയറക്ടറുമാണ് ഈ പറയുന്ന വിപിൻലാൽ. അവനാണ് രേണു സുധി ചെറ്റ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്തായാലും രേണുവിന് പറയാനുള്ള ബാക്കിയുടെ കേട്ടോക്കാം. കുണുങ്ങി എന്ന ആൽബത്തിലാണ്, എന്നെയും ദാസേട്ടനെയും വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അന്ന് അയാൾ ഡയറക്ടർ ആയിരുന്നു. ഇതിനുശേഷം അയാള് കുറെ നാൾ മുന്നേ എന്റെ അടുത്ത് ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ. 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കും അങ്ങോട്ടും. അപ്പൊ ഞാൻ ചോദിച്ചത് ആര്? ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു തന്നു. ഇവൻ ഈ പറയുന്ന പോലെ 15-20 ഒന്നും അയച്ചു തന്നിട്ടില്ല. എനിക്ക് അഡ്വാൻസ് അയച്ചു തന്നിട്ടില്ല. ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച്
ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ഇത് വല്ലാത്തൊരു ഡിമാൻഡ് ആയി പോയല്ലേ രേണു ചേച്ചി. രേണു ചേച്ചിക്ക് ആൽബത്തിൽ ഇട്ട് അഭിനയിക്കാനുള്ള ഡ്രസ്സ് മൂപ്പര് വീട്ടിലേക്ക് അയച്ചു തരണം പോലും. എന്നിട്ട് രേണു അത് വീട്ടിൽ വെച്ച് ഇട്ട് നോക്കിയിട്ട് കംഫർട്ട് ആണെങ്കിൽ മാത്രമേ ആൽബത്തിൽ അഭിനയിക്കുള്ളൂ പോലും. അല്ലേ രേണു, അയാൾ ഇനിയിപ്പോ ആ ഡ്രസ്സ് രേണുവിന്റെ വീട്ടിലേക്ക് അയച്ചു തന്നൊന്നിരിക്കട്ടെ, രേണു അത് ഇട്ട് നോക്കി രേണുവിന് കംഫർട്ട് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ ഡ്രസ്സ് ഓർഡർ ചെയ്ത പൈസയും അതിന്റെ കൊറിയർ ചാർജും ഒക്കെ അയാൾക്ക് നഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ പരിപാടിക്ക് നിൽക്കോ? ഞാൻ അറിഞ്ഞിടത്തോളം ഏത് തലതൊട്ടപ്പരായ നായികയാണെങ്കിലും ഷൂട്ടിംഗ് സൈറ്റിൽ വന്നതിന് ശേഷം മാത്രമേ ഏതൊരു നായികയാണെങ്കിലും വസ്ത്രം ട്രൈ ചെയ്ത് നോക്കാറുള്ളൂ, അല്ലാണ്ട് ആരും ഇവിടെ വീട്ടിലേക്കൊന്നും അയച്ചു കൊടുക്കാറില്ല. പക്ഷേ രേണുസുദിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് രേണുസുദിന്റെ വീട്ടിലേക്ക് കോസ്റ്റ്യൂം അയച്ചു കൊടുക്കണം പോലും. എന്നിട്ട് വീട്ടിൽ നിന്ന് പുള്ളിക്കാർ ട്രൈ ചെയ്ത് നോക്കി ഓക്കെ പറഞ്ഞാൽ മാത്രമേ ആ കോസ്റ്റ്യൂമിൽ അഭിനയിക്കത്തുള്ളൂ പോലും. വല്ലാത്തൊരു നായിക തന്നെ രേണുസുദി. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ, ഞാൻ അയച്ചുതരാം. അപ്പം റാസൽ ഗെയിമിൽ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ട ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രൊമോഷൻ കഴിയുമ്പോഴത്തേന് 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല, ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തീർത്ത് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. ഓക്കെ, അതായത് തനിക്ക് ആൽബത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഇടാനുള്ള വസ്ത്രം വീട്ടിലേക്ക് അയച്ചു തരണമെന്ന് രേണുസുതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഈ ആൽബത്തിലെ ഡയറക്ടറും നായകരുമായിട്ടുള്ള വിബിൻലാൽ എന്താക്കി, രേണുസുതിക്ക് വാട്സപ്പിൽ എന്തൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് അയച്ചു തരാൻ പറ്റില്ല എന്നെങ്ങാനുമായിരിക്കും പുള്ളിക്കാരൻ പറഞ്ഞത്, അതെന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു വോയിസ് മെസ്സേജ് പുള്ളിക്കാരൻ രേണുസുതിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. രേണുസുതി ആണെങ്കിൽ അത് തുറന്നു നോക്കിയതുമില്ല. അതുകൊണ്ട് തന്നെ രേണു ആവശ്യപ്പെട്ടതുപോലെ അയാൾ രേണുവിനുള്ള കോസ്റ്റ്യൂം വീട്ടിലേക്ക് അയച്ചു കൊടുത്തതുമില്ല. ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം രേണുസുതിക്കുള്ള കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കുന്നത്. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഡയറക്ടർ ആയാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. ആരായാലും വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പരിപാടിക്കൊന്നും അവര് നിൽക്കത്തില്ല. എന്നാലും രേണുവിന് പറയാനുള്ള ബാക്കി കേട്ടോക്കാം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല, ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല, ഇന്ന സീൻ ഒന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ. അതായത് ചുമ്മാ ചിരിപ്പിക്കാതെ പോയി ചേച്ചി, നടപടിയാകുന്ന വല്ല കാര്യങ്ങളും പറ. ഇവിടെ തെറുത്താത്ത എന്നതുകൊണ്ട് രേണു ഉദ്ദേശിച്ചത് ഷെഫീന ബീവിനാണ് കേട്ടോ. അപ്പൊ ഷെഫീന ബീവിന്റെ കാര്യം ഒന്ന് കൊട്ടേഷൻ എടുത്ത് ആൽബത്തിന്റെ പേരും പറഞ്ഞ് തന്നെ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്നെ മുതലാക്കി ചില ദൃശ്യങ്ങൾ പകർത്തി ഷെഫീന ബീവിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിബിൻലാലും കൂട്ടരും ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതാണ് രേണു ഇപ്പൊ വാദിക്കുന്നത്. അല്ലെ അല്ല, അതിന് മാത്രം ഗതികെട്ടവന്മാരാണ് വിബിൻലാലും കൂട്ടരും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഷെഫീന ബീവിയെ ഗതികെട്ട് നിൽക്കാണ്. അവര് നിന്നെ പൂട്ടാൻ വേണ്ടി അങ്ങോട്ട് കൊട്ടേഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയ വല്ലതും പറ ചേച്ചി. കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ച് തെറുത്താത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ള കൊട്ടേഷൻ ആണ് പോലും ഉണ്ടാണ് സംഭവം. അവരെ നിന്നെ നല്ലോണം മുതലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ഷെഫീന ബീവിക്ക് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നത് കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കേട്ടോ. എന്തായാലും നീ ബാക്കി പറ. ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തീർത്താത്ത അതുപോലെ ഇപ്പൊ പലരെ വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. ഞാൻ അങ്ങനെ ഇവരുടെ വീട്ടിൽ ചെന്ന് വിബിൻലാൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫും ഉണ്ട്. ഇവര് എനിക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണോ, ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുക്കും. കാരണം എനിക്ക് അറിയണം. ഞാനിപ്പോ നോക്കിയപ്പോ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിത് കംഫർട്ടബിൾ അല്ല. എന്നിട്ട് പോലും ഇവര് സീൻ പറയുന്നില്ല. ഇവർ പറഞ്ഞു ഒരു പാർട്ടി വെയർ ആണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കണം. ഓക്കെ ശരി, എന്റെ മീഡിയക്കാർ നിങ്ങൾക്കറിയാം കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്. കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെ ഇവന്മാർ എന്നെ കൊന്ന് കുഴിച്ചു മൂടിയാനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. ചേച്ചി പറഞ്ഞത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? അവിടെ കുറച്ച് ഓൺലൈൻ മീഡിയക്കാരില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നു കുഴിച്ചു മൂടിയനെ പോലും. അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടപടിയാകുന്ന വല്ല കഥയും പറ ചേച്ചി. എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു നായികയെ വിളിച്ചു വരുത്തുന്നു, അവൾ ആ ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിസമ്മതിക്കുന്നു. അത് കാരണം ആ ആൽബത്തിന്റെ ഡയറക്ടറും ഭാര്യയും കൂടി അവളെ കൊന്നു കുഴിച്ചു മൂടുന്നു. ഇങ്ങനെ ഒരു സംഭവങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബുദ്ധിയും ഇവരുള്ള ആരെങ്കിലും ഇമാതിരി പണി ചെയ്യോ? അല്ല നിങ്ങൾ എന്നെ ഒന്ന് പറ. തട്ടി വിട എന്നെ അങ്ങോട്ട്. അവിടെ ഓൺലൈൻ മീഡിയക്കാരും ഇല്ലായിരുന്നെങ്കിൽ എന്നെ അവരെ കൊന്നു കുഴിച്ചു മൂടിയനെന്നൊക്കെ ഈ പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടല്ലേ? അങ്ങോട്ട് പറയന്നെ. എന്തായാലും ഇവിടെ രേണുസുധിന്റെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. രേണുസുധി ഈ ആൽബത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് കുറച്ച് ഓൺലൈൻ മീഡിയക്കാരെയും രേണുസുധി കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, രേണുസുധി എങ്ങോട്ട് പോവാണെങ്കിലും 4-5 ഓൺലൈൻ മീഡിയക്കാരെ കൂടെ കൂട്ടി രേണുസുധി. എന്നിട്ട് അവരെ കൊണ്ട് 3-4 ബൈറ്റ് എടുപ്പിച്ച് അവരുടെ ഓൺലൈൻ ചാനൽ അപ്ലോഡ് ചെയ്യിപ്പിക്കും. എന്തിനാണ്? രേണുസുധിക്ക് ഇങ്ങനെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ അതിനനുസരിച്ച് രേണു പറയുന്നത് ചെയ്ത് കൊടുക്കാൻ കുറെ ഓൺലൈൻ മീഡിയക്കാരും അത് അങ്ങനെ കുറെ ടീം ഇഷ്ടമാണ്. ഇവന്മാരാണ് ഈ രേണുസുധിക്ക് വേണ്ടാത്ത ഹൈപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാത്തിനും ഉണ്ടല്ലോ ചൂലെടുത്ത് ഓടിക്കണ സമയക്കുന്നു. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. രേണുസുധി ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു. ആ ആൽബത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡയറക്ടർ തന്നെയാണ് അതിന്റെ നായകനും. അങ്ങനെ രേണു ആൽബത്തിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് കോസ്റ്റ്യൂം വീട്ടിലേക്ക്
അയച്ചു തരാൻ പറയുന്നു. പക്ഷെ രേണു ആവശ്യപ്പെട്ട പോലെ അവർ അയച്ചു കൊടുത്തില്ല. അങ്ങനെ രേണു ലൊക്കേഷനിൽ വന്നപ്പോൾ അവർ രേണുവിന് ഇടാൻ വേണ്ടി ഡ്രസ്സ് കൊടുക്കുന്നു. പക്ഷെ ആ ഡ്രസ്സ് കണ്ട രേണു പ്രകോപിതയാകുന്നു. ഞാൻ ഈ ഡ്രസ്സ് ധരിക്കില്ല എന്ന് പറയുന്നു. അത് കാരണം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത്രയുമാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ. ഇനി ബാക്കി കേട്ടോക്കാം. പറയാലോ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്, നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാൾ തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുക്ക്. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തൊട്ട് ഇയാൾ മാറ്റി മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ അടുത്ത് എടുക്കാൻ പോകുന്നത്, ഇയാൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഇതാണ് ഇടേണ്ടത്. ഇയാളുടെ വൈഫാണ്. ഇയാളുടെ വൈഫ് വന്നിട്ട് ഓരോന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ വീഡിയോ പിടിക്കുന്നത്? ഞാൻ വെറുതെ എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം ഇവരെല്ലാം ഒത്തോണ്ട് ഷെഫീന ബീവി എന്ന് പറയുന്നത്, അതായത് ഈ തെർത്താത്തയ്ക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക്. ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്തിനാണ് ഷെഫീന ബീവിന്റെ നെഞ്ചത്തോട്ട് കയറുന്നത്? ഷെഫീന ബി അവിടെ നിൽക്കട്ടെ, ഷെഫീന ബി ഒക്കെ പിന്നീട് വന്നിട്ടുള്ള ആൾക്കാരല്ലേ. നിങ്ങൾ ഷൂട്ടിംഗ് സൈറ്റിൽ എന്ത് സംഭവിച്ചു അത് പറയാ. ഇതൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അങ്ങോട്ട് ഷെഫീന ബീവിനെ നെഞ്ചത്തോട്ട് കയറാണ്. ബാക്കി പറ എന്തായാലും. നമ്മൾ നിഷ്കളങ്കര, നമ്മൾ ആരെയും ചതിക്കുന്നില്ല. നമ്മൾ ഒരു ചതിയും ചെയ്യാത്ത ആൾക്കാരാണ്. ഈ സ്ത്രീ പുരുഷനും എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡ്രസ്, ഈ കുഞ്ഞു ഡ്രസ്, ഞാൻ ആ ഡ്രസ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ് ഇട്ടോണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്നെ രേണു. അപ്പൊ ക്യാമറമാൻ എന്നോട് വന്നിട്ട്, അയാളുടെ പേര് എനിക്കതല്ല, പുറകെ നിന്നുള്ള ആംഗിളാണ് വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിൻലാൽ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാ. ഞാൻ അപ്പം ദാസേട്ടനും പ്രതീക്ഷയും ഒക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റുമല്ലോ, ഒരു ആൽബം ആണെങ്കിലും സിനിമയാണെങ്കിലും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഓൾറെഡി രേണുസുതിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു ഡ്രസ്സാണ് കൊടുത്തത്. അതുകൂടാതെ രേണുവിനോട് കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ചില സീൽ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു. രേണു അതിന് വിസമ്മതിച്ചു. അതോടെ വിപിൻലാലും കൂട്ടരും രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചില ആരോപണങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതോടെ രംഗം വഷളായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞു, പറ്റൂല ചേട്ടാ പ്ലീസ്, എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വലിച്ചില്ല, മദ്യവും കഴിച്ചില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവരെ ചായ പോലും, പച്ച വെള്ളം പോലും ഇവർ തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് രേണുസുതിന്റെ വേർഷൻ എന്ന് പറയുന്നത്. രേണുസുതി പറഞ്ഞത് മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം ഇന്റിമേറ്റ് ആയിട്ടുള്ള സീനുകളിലാണ് രേണുസുതിനോട് ഇവർ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വൈറൽ മുന്തിരി വെച്ച് കടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിന്റെ ഒരു റേഞ്ച് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവര് രേണുസുതിനെ വെച്ച് നല്ലോണം മുതലെടുപ്പ് നടത്താൻ നോക്കി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അല്ല, രേണുസുതിക്ക് അത് കിട്ടണം. ദിനം പ്രതി രേണുസുതി ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിയവാസങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ. ക്ലീവേജ് കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നു, അത് വെച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ വിപിൻലാലും കൂട്ടലും വിചാരിച്ചു കാണും ഇവളെ വെച്ച് ഇങ്ങനെ ഒരു ആൽബം പിടിക്കാമെന്നുള്ളത്. അല്ലാണ്ട് ഇപ്പൊ എന്താ ഇതിനോടൊക്കെ പറയാ. എന്തായാലും രേണുസുതിന്റെ ഇപ്പോഴത്തെ റേഞ്ച് വെച്ച് പറ്റിയൊരു ആൽബത്തിലാണ് രേണുസുതിക്ക് അവസരം കിട്ടിയിരുന്നത്. എന്തുകൊണ്ട് രേണുസുതിക്ക് പറ്റിയ വേഷമായിരുന്നു. അല്ല, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ ആളുകൾ വന്ന് കോരി ധരിപ്പിക്കുന്ന ഇവളെ കുറിച്ച് ഇങ്ങനെ അല്ലാണ്ട് വേറെ എങ്ങനെയാണ് പറയാല്ലേ. എനിവേ, എന്തായാലും രേണുസുതിയുടെ ആരോപണത്തിന് പിന്നാലെ ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ തന്നെ ഇന്റർവ്യൂവിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. എന്തുകൊണ്ടാണ് രേണുസുതി എന്ന് പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, ഈ ഒരു ആർട്ടിസ്റ്റിനെ ഈ ഒരു വർക്കിലേക്ക് ക്ഷണിക്കാണ്ടായ കാരണം അവരുടെ ഒരു ഹൈപ്പ് പ്രധാനമാണോ? ഹൈപ്പല്ല, അവരെ പ്രതികൂലിക്കുന്ന ആളുകളുടെ അടുത്തുനിന്നും അനുകൂലിക്കുന്ന ആളുകളുടെ അടുത്തുനിന്നും പണമാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവരെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും പൈസ ഇറക്കിയിട്ട്, ഞാൻ പറഞ്ഞില്ല 9ഓളം പാട്ട് ചെയ്തിട്ട് 1 രൂപ പോലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അതിലേക്ക് ഇറക്കിയ പൈസ ഒന്നും ഞാൻ പറയാനും നിൽക്കുന്നില്ല. ഇത് എന്റെ ഒരു പാഷൻ എന്നുള്ള ബേസിലാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. എനിക്ക് എന്റെ വർക്കുകൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവരെ അടുത്തേക്ക് ഇട്ടിട്ട് അത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാന്നുള്ള സന്തോഷം മാത്രമേ ഞാൻ അതുവരെ സ്വീകരിച്ചിട്ടുള്ളൂ, പൈസയ്ക്ക് വേണ്ടി. രേണുസുതിയെ വെച്ച് ഈ ഒരു ആൽബം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഹൈപ്പ് ആവുമെന്ന് ചേട്ടനും വിചാരിച്ചിട്ടുണ്ട്? ഉറപ്പ് എനിക്ക് ഉറപ്പായിരുന്നു ഏകദേശം. കാരണം ഞാൻ അത് മുന്നേ തെളിയിച്ചു, 8 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ സോങ്, പിന്നെ കർത്താവിന്റെ സോങ്, കൃഷ്ണന്റെ പാട്ട്, അങ്ങനെ മുൻനിര നിൽക്കുന്ന എല്ലാ ദൈവങ്ങളുടെയും പാട്ട് ചെയ്തിട്ട് 2000, 3000, 1500 ഒക്കെ ഭക്തന്മാരെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നാണ് എനിക്ക്. അതെ. രേണുവിനെ വെച്ചപ്പോ 8 ലക്ഷം ഭക്തന്മാരാണ് ഒറ്റടിക്ക് വന്നത്.
എന്തായാലേ ഇത് ഇയാളുടെ രണ്ടാമത്തെ വർക്കാണ് കേട്ടോ. മുമ്പ് ഈ ബിബിലാൽ എന്ന് പറയുന്നവൻ രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടിനെയും വെച്ച് ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയ റീച്ച് എന്ന് പറയുന്ന 8 ലക്ഷത്തോളം വ്യൂസ് ആണ്. അതിനിടയിൽ ഇയാൾ ഡിവോഷണലായിട്ടും എല്ലാതെയും ഒരുപാട് സോങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന റീച്ച് എന്ന് പറയുന്നത് 2000-3000 വ്യൂസ് മാത്രമാണ്. പക്ഷെ രേണു സുധിനെ കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഒടുക്കത്തെ റീച്ചാണ് സംഭവം. രേണു സുധിനെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും ഈ ആൽബം ഒക്കെ ഇരുന്ന് കാണുന്നത്. എന്നാലും റീച്ച് കയറുന്നുണ്ടല്ലോ, അതാണല്ലോ പ്രധാനം. അപ്പൊ അത് മുതലാക്കി വീണ്ടും ഒരു ആൽബം എടുക്കാമെന്ന് ഈ പറയുന്ന ബിബിലാൽ കരുതി കാണുമെന്നല്ല, അങ്ങനെയാണ് കരുതിയത്. പക്ഷെ അതങ്ങ് വിചാരിച്ച പോലെ വർക്കായില്ല എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം ആശാന്റെ ഐഡിയ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും എന്താണ് അന്ന് ആ ദിവസം ആ റിസോർട്ടിൽ എന്താണ് സംഭവിച്ചത്? അന്ന് രാവിലെ മുതൽ ഷൂട്ട് തീരുമാനിച്ചതാ. 5-ാം തീയതി വൈകുന്നേരം വരും എന്ന് പറഞ്ഞ രേണു സമയം മാറി 6-ാം തീയതി 7-ാം തീയതിയുള്ള ഷൂട്ടിന്റെ 6-ാം തീയതി രാവിലെയാണ് അവിടെ എത്തുന്നത്. 5-ാം തീയതി വൈകുന്നേരം ഷൂട്ടിന് വരുന്ന. അപ്പൊ ആ രാത്രി പ്ലാൻ ചെയ്ത എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നു? രാത്രി കാരണം അവര് സൗദി ദുബായിലൊക്കെ ആയത് കാരണം അവർക്ക് കോസ്റ്റ്യൂം ശരിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. നോക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഫിറ്റ് ആണോ എന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോസ്റ്റ്യൂം നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ അതിൽ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു കോസ്റ്റ്യൂം ഞാൻ വില കൊടുത്ത് വാങ്ങല്ലേ, വാങ്ങിയ ഒരു കോസ്റ്റ്യൂം ഞാൻ അയച്ചു കൊടുത്ത ഒരു വില്ലിങ് അല്ലെങ്കിൽ എന്റെ പൈസ പോയില്ലേ, അങ്ങനെ ആരെങ്കിലും മടത്തരം. ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ്. അതെ, സെയിം കാര്യം ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡയറക്ടറും ഈ രേണു ആവശ്യപ്പെടുന്ന പോലെ കോസ്റ്റ്യൂം നായകന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയൊന്നുമില്ല. അങ്ങനെ അയച്ചു കൊടുക്കുന്ന പക്ഷം എങ്ങാനും നായികക്ക് ആ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വമ്പ നഷ്ടപരിപാടിയല്ലേ. ആൽബം പോയിട്ട് ഏതൊരു സിനിമയാണെങ്കിൽ പോലും ഒരിക്കലും കോസ്റ്റ്യൂം വീട്ടിലേക്ക് അയച്ചു കൊടുക്കില്ല. ലൊക്കേഷനിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കാനേ പറയത്തുള്ളൂ. പിന്നെ രേണു സുധി വലിയ നടിയായില്ലേ, അപ്പൊ പിന്നെ അവര് പറയുന്ന പോലെ നിൽക്കണല്ലോ അല്ലെ. ബാക്കി ആയിട്ടൊക്കെ എന്തായാലും ഞാൻ ഓരോ നമുക്ക് നമ്മൾ എടുക്കുന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇത്യാദി ഇതിനാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഒരു സാധനം കാണുമ്പോൾ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ പിക്ചർ അടക്കം നമ്മൾ എടുത്തിട്ട് ഇവക്ക് അയച്ചു കൊടുക്കും. അത് കുറച്ച് വൾഗർ ആയിട്ടുള്ള ഡ്രസ് ആയിരുന്നോ? ആ ഡ്രസ്സ് വൾഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൾഗർ എന്ന് പറഞ്ഞാൽ അവർ ഇട്ട ഇതുവരെയുള്ള ഡ്രസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഡീസന്റ് ആണ്. വളരെ ഡീസന്റ്. അവർ ഇതിന് മുമ്പ് ഇതിനേക്കാൾ വൾഗർ ആയിട്ടുള്ള ഡ്രസ് ഇട്ടുണ്ട്. പക്ഷെ ഇത് കാണിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പൊ വൾഗർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ മൂപ്പരല്ലാന്ന് മറുപടി പറയുന്നില്ല. അവർ ഇതുവരെ 8 ഡ്രസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഡീസന്റ് ആണ് പോലും അല്ല. അപ്പൊ അവർ ഇതുവരെ 8 ഡ്രസ് എന്നതുകൊണ്ട് എന്താണ് ചേട്ടൻ ഉദ്ദേശിച്ചത്? അതങ്ങോട്ട് മനസ്സിലായില്ല. രേണുസുധി സബ്സ്ക്രിപ്ഷനിൽ വന്നിടുന്ന ഡ്രസ്സാണോ? അല്ല, അതിൽ അത്യാവശ്യം ക്ലീവേജ് കാണിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ആണല്ലോ രേണുസുധി ഇടാറുള്ളത്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വളകരല്ല എന്നാണോ ചേട്ടൻ ഉദ്ദേശിച്ചത്? അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും പുള്ളിക്കാരൻ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് പുള്ളിക്കാരൻ ഈ രേണുസുധിക്ക് വേണ്ടി പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണമല്ലോ ഡ്രസ്സ് കണ്ടപ്പോൾ രേണുസുധി ഇത്രയും പ്രശ്നമാക്കിയതു. എന്തായാലും ബാക്കിയുടെ ഇട്ട് വെക്കാം. ഈ ഒരു കഥ ഇപ്പൊ ഒരു ആൽബാണുള്ളത്. ഈ ആൽബത്തിൽ ഈ സ്റ്റോറി രേണുവിന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇതിന് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹണിമൂൺ ട്രിപ്പാണ്. ഹണിമൂൺ ട്രിപ്പായിട്ട് ഒരു മിലിറ്ററി ഓഫീസറും അവരുടെ കൂടെ ഉള്ള ഒരാളും കൂടി ഒരു ഹണിമൂൺ ഒരു റിസോർട്ടിലേക്ക് പോകുന്നതും അവരവിടെ ഒരു റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന പൂള് കാര്യങ്ങൾ അവിടുത്തെ ഫെസിലിറ്റി മുഴുവൻ ഉപയോഗിച്ച് അവരൊരു 1-2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്ന ഇതാണുള്ളത്. അവര് കുറച്ച് ലക്ഷറി ആണ്. പിന്നെ ഓഫീസേഴ്സ് ആകുമ്പോൾ അവർ അതിനായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ടാവും അവർക്ക്. പിന്നെ അവർക്ക് നല്ല പ്രൈവസി ഉണ്ട്. അവർ തമ്മിലുള്ള പ്രണയം ഒരു നമ്മള് കുറച്ച് അധികമാണ്. എന്ന് വെച്ചാൽ അവരത്രയ്ക്കും പ്രണയിക്കുന്നവരാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ആ ഒരു വാത്സല്യത്തിന്റെ ഭംഗിയാണുള്ളത്, അല്ലാണ്ട് സെക്സിന്റെ ആ ഒരു സംഭവം അല്ല അതിനകത്ത്. അതെ, വെറും വാത്സല്യം അല്ലാണ്ട് സെക്സ് അല്ല കേട്ടോ. അപ്പൊ അത്യാവശ്യം ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ട് സംഭവത്തിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞ അത്യാവശ്യം സെക്സ് സീനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആയിരിക്കണമല്ലോ ഈ ആൽബം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് ഇങ്ങേരുടെ സംസാരത്തിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ബാക്കിയോട് പറഞ്ഞാട്ടെ. എനിക്കറിയാം, വർഗീയത, ഡ്രഗ്സ്, സെക്സ് ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചെലവാകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഒന്നും കൂടി ക്ലാരിറ്റി. എനിക്ക് നിവർത്തിയില്ല ചില കാര്യങ്ങൾ ചെയ്യാൻ. അതെന്റെ വീട്ടുകാർ കാണും. എന്റെ മോനുണ്ട്, എന്റെ മോന്റെ കൂട്ടുകാരുണ്ട് സ്കൂളിൽ, അവരുടെ ടീച്ചേഴ്സ് ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കൂടെ പഠിച്ചവരുണ്ട്, അവർക്ക് പിള്ളേരുണ്ട്, ഇവരൊക്കെ എന്നെ അറിയും. തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ എനിക്കൊരു കാരണവശാൽ ഈ വൾഗാരിറ്റി കൊണ്ടിടാൻ പറ്റില്ല. ഇത് ലിപ് ലോക്ക് സീനൊക്കെ ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിരുന്നു. അതൊക്കെ ലിപ്പ് നമ്മൾ മാക്സിമം എത്തുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, തോന്നുന്നുണ്ടോ എനിക്ക് ലിപ് ലോക്ക് ചെയ്യാൻ ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് ഞാൻ വരുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതല്ലേ? ഇല്ല, തീർച്ചയായിട്ടും നായിക എനിക്ക് കിട്ടാനില്ലാന്ന് തോന്നുന്നു. അതൊന്നുമില്ല. അവളെയും വിളിച്ചു വരുത്തി ലിപ് ലോക്ക് സീനിൽ അഭിനയിക്കാനും ആവശ്യപ്പെട്ട് അവൾ അതിന് വിസമ്മതിച്ചപ്പോ പറയാണ്, അവളെ ലിപ് ലോക്ക് ചെയ്യാൻ മാത്രം ഗതികെട്ടവനാണോ ഞാനെന്നൊക്കെ. എന്താ മോഞ്ഞെ നിന്റെ ഒക്കെ ഒരു അവസ്ഥ. എന്തായാലും രണ്ടാളുടെയും സംസാരം കേട്ടെടുത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ബിബിലാലും കൂട്ടരും രേണുവിനെ നല്ലോണം മുതലെടുക്കാൻ നോക്കിയിട്ടുണ്ട്. മുതലെടുക്കാൻ മീൻസ് രേണു സുധിനെ വെച്ച് അത്യാവശ്യം ഇറോട്ടിക് ആയിട്ടുള്ള ഒരു ആൽബം എടുക്കാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തു എന്നർത്ഥം. പക്ഷെ രേണു സുധി അതിന് നിന്ന് കൊടുത്തില്ല. അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും രേണു കണക്ക് തന്നെ ഈ ആൽബത്തിന്റെ ഡയറക്ടർക്കും നായകനായിട്ടുള്ള ബിബിലാലും കണക്ക് തന്നെ രണ്ടൊരു വണ്ടികൾ ആൾക്കാർ തന്നെ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.